ഹലോ എല്ലാവർക്കും അസ്ലം വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് LBSൻ്റെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാർമസി ഹെൽത്ത് ഇൻസ്പെക്ടർ പാരാമെഡിക്കൽ കോഴ്സിലെ 2024-25 വർഷത്തേക്കുള്ള അപേക്ഷകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ 16 കോഴ്സുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. വെബ്സൈറ്റിൽ പറയുന്ന പ്രകാരം ഗവൺമെൻറ് സ്വാശ്രയ സ്ഥാപനങ്ങളിലെ 2024-25 വർഷത്തെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാർമസി ഹെൽത്ത് ഇൻസ്പെക്ടർ പാരാമെഡിക്കൽ കോഴ്സിലേക്കുള്ള പ്രവേശനം സൂചികയുടെ അപേക്ഷ വെബ്സൈറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 24 സെപ്റ്റംബർ മുതൽ 15 ഒക്ടോബർ വരെയാണ് ഇതിൻ്റെ അപേക്ഷ സമയമായി വെബ്സൈറ്റിൽ പറയുന്നത്. അതായത് കഴിഞ്ഞ മാസം 24 മുതൽ ഈ മാസം 15 വരെ അപേക്ഷിക്കാനുള്ള സമയം പറഞ്ഞിട്ടുണ്ട്. അതിൽ 16 കോഴ്സുകളുടെ ഡീറ്റെയിൽസാണ് പറയുന്നത്. ആദ്യത്തെ കോഴ്സ് ഡിപ്ലോമാലിസ്റ്റ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ എൻഡോസ്കോപ്പിക് ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഡെൻ്റൽ ഹൈജിനിസ്റ്റ്, ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ, ഡിപ്ലോമ ഇൻ ഡെൻ്റൽ മെക്കാനിക്സ്, ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ ന്യൂറോ ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഒപ്താമാലിക് അസിസ്റ്റൻസ്, ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി, ഡിപ്ലോമ ഇൻ റേഡിയോ ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് റേഡിയോ തെറാപ്പി ടെക്നോളജി, ഡിപ്ലോമ ഇൻ കാർഡിയോവാസ്കുലർ ടെക്നോളജി, ഡിപ്ലോമ ഇൻ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജി. ഈ 16 കോഴ്സിലേക്കുള്ള അപേക്ഷിക്കാനുള്ള സമയമാണ് ഒക്ടോബർ 15 വരെ പറയുന്നത്. എല്ലാവർക്കും വെബ്സൈറ്റിൽ കയറി www.lbscenter.gov എന്ന വെബ്സൈറ്റിൽ കയറി എല്ലാവർക്കും അപേക്ഷ വയ്ക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു കാൻഡിഡേറ്റ് ഒരു അപേക്ഷ മാത്രമേ വെബ്സൈറ്റിൽ നൽകാമെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. അങ്ങനെ നൽകാത്തവരുടെ രണ്ട് അപേക്ഷയൊക്കെ നൽകിയാൽ ആ കാൻഡിഡേറ്റിനെ പരിഗണിക്കത്തില്ല, അവരുടെ ആപ്ലിക്കേഷൻ റിജക്ഷൻ നൽകുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ എല്ലാവരും ഒരു ആപ്ലിക്കേഷൻ മാത്രം അയക്കാൻ ശ്രമിക്കുക. പിന്നീട് ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ഫീസ് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത് ജനറൽ കാൻഡിഡേറ്റ്സിന് അതായത് 600 രൂപയും, SC/ST കാൻഡിഡേറ്റ്സിന് 300 രൂപയും, പിന്നെ സർവീസ് കാൻഡിഡേറ്റ്സിന് 600 രൂപയാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. ഈ 3 കാറ്റഗറിയുടെ കാര്യമാണ് വെബ്സൈറ്റിൽ നിലവിൽ ഫീ പേയ്മെൻറ്റ് കാര്യത്തിൽ പറയുന്നത്. നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഓൺലൈൻ പേയ്മെൻ്റ് ആയിട്ട് നടത്താം, ബാങ്കിൻ്റെ ചെല്ലാൻ വഴിയും നടത്താനുള്ള സൗകര്യം വെബ്സൈറ്റ് നൽകിയിട്ടുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. ഇത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഏതെങ്കിലും ബ്രൗസറിൽ കയറി LBScenter.gov എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റിൽ കയറി ക്ലിക്ക് ചെയ്യുക. അതിന് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ അഡ്മിഷൻ ടു ഡിപ്ലോമ പാരാമെഡിക്കൽ ആൻഡ് ഡിപ്ലോമ കോഴ്സ് 2024-25 ഇൻസ്പെക്ടർ ഫാർമസി എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ കണക്കത്തെ ഹോം പേജ് ഓണായി വരും. അത് സൈഡിൽ 3 ബാർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ന്യൂ രജിസ്ട്രേഷൻ പറഞ്ഞ ഓപ്ഷൻ കാണും. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ്, അതായത് ബേസിക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. നെയിമും അഡ്രസ്സ്, നെയിം ആദ്യമേ പേര്, പിന്നെ അഡ്രസ്സ്, ഹോം നെയിം, സ്ട്രീറ്റ്, പ്ലേസ്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ്, മൊബൈൽ നമ്പർ, ആൾട്ടർനേറ്റീവ് ഫോൺ നമ്പർ, ഇമെയിൽ ID, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി, വെരിഫിക്കേഷൻ കോഡ്. ഇത്രയും കാര്യങ്ങളെല്ലാം നിങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ചെക്ക് ചെയ്യാനുള്ള അവസരം വരും. പിന്നെ നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് നിങ്ങൾക്ക് എത്ര രൂപ പേയ്മെൻറ്റ് നടത്താമെന്നും അതിൽ കൊടുത്തിട്ടുണ്ട്. ആ പേയ്മെൻറ്റ് നടത്തുമ്പോൾ നിങ്ങൾക്ക് അത് രജിസ്റ്റർ ആവാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ലോഗിൻ ഉപയോഗിച്ച് നിങ്ങളുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്യാനുള്ള സൗകര്യം വെബ്സൈറ്റിൽ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ കോഴ്സിലേക്കുള്ള യോഗ്യത, അതായത് വിദ്യാഭ്യാസ യോഗ്യത, എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം, എത്ര വർഷമാണ് ഒരു കോഴ്സ്, പിന്നെ ഓരോ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. എല്ലാ കോഴ്സിൻ്റെയും വർഷവും പിന്നെ വിദ്യാഭ്യാസ യോഗ്യത എല്ലാ കാര്യങ്ങളും ആ നോട്ടിഫിക്കേഷൻ കിടപ്പുണ്ട്. എല്ലാ വിദ്യാർത്ഥികൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് അലോട്ട്മെൻറ്റ് ടെൻറ്റേറ്റീവിൽ പറയുന്ന പ്രകാരം 24/9/2024 മുതൽ 15/10/2024 വരെ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താനുള്ള സൗകര്യമുണ്ട്. ഓപ്ഷൻ രജിസ്ട്രേഷന് ഫീ പേയ്മെൻറ്റും ചെല്ലാൻ വഴി വേണമെങ്കിൽ അടയ്ക്കാം, ഓൺലൈൻ വഴി അടയ്ക്കാനുള്ള ഡീറ്റെയിൽസും പറയുന്നുണ്ട്. അതിനുശേഷം പേഴ്സണൽ ആൻഡ് അക്കാഡമിക് ഡേറ്റ രജിസ്ട്രേഷൻ. ഈ സമയത്ത് തന്നെ നിങ്ങൾ പേഴ്സണലായിട്ട് ഡേറ്റ ഇൻഫോർമേഷൻ അതെല്ലാം നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കും. ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കും. പിന്നെ അവസാനമായി നിങ്ങൾ നൽകിയ ഡേറ്റകളെല്ലാം കറക്റ്റാണെന്ന് ചെക്ക് ചെയ്ത് ഉള്ള സമയം പറഞ്ഞിരിക്കുന്നത് 17/10/2024 വരെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പബ്ലിക്കേഷൻ ഫോർ പേഴ്സണൽ ആൻഡ് അക്കാഡമിക് ഡേറ്റ ആഫ്റ്റർ വെരിഫിക്കേഷൻ. ഈ നിങ്ങൾ എൻ്റർ ചെയ്ത ഡേറ്റ എല്ലാം വെരിഫൈ ചെയ്തിട്ട് അത് പബ്ലിഷ് ചെയ്യുന്നത് 11/11/2024 പബ്ലിഷ് ചെയ്യുന്നത്. അതായത് അടുത്ത മാസമല്ല, നവംബറിൽ പബ്ലിഷ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ 6/11/2024 അവരെ അതിന് മുമ്പായി അറിയിക്കാം. കാരണം ഡേറ്റ
പേഴ്സണൽ ഡേറ്റ പബ്ലിഷ് ചെയ്തതിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവരെ അറിയിക്കാനുള്ള സമയം 6/11/2024 എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പബ്ലിക്കേഷൻ ഓഫ് റാങ്ക് ലിസ്റ്റ്, പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ്, താൽക്കാലിക റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് 13/11/2024 ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് 15/11/2024 പറയുന്നുണ്ട്. പിന്നീട് ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത് 19/11/2024 വരും. പിന്നെ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ്, ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഓപ്ഷനിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതിനുള്ള സൗകര്യവും വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. 19/11/2023 എന്നാണ് ഇത് നൽകിയിരിക്കുന്നത്, പക്ഷേ മിസ്റ്റേക്കാണ്. 24 മുതൽ 20/11/2024 വരെയാണ്. പിന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്നത് 21/11/2024 പിന്നെ ഫീ പേയ്മെൻറ്റും ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റിൻ്റെ സമയം അത് 25/11/2024 5 മണി വരെ. പിന്നീട് പബ്ലിക്കേഷൻ സെക്കൻഡ് അലോട്ട്മെൻറ്റ് 27/11/2024. പിന്നെ ഫീ പേയ്മെൻറ്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ രണ്ടാമത് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ട് അതിൻ്റെ ഫീ പേയ്മെൻറ്റ് അത് 29/11/2024 5 മണിക്ക് മുമ്പായി. പിന്നീട് പറയുന്നത് പബ്ലിക്കേഷൻ ഓഫ് തേർഡ് അലോട്ട്മെൻറ്റ് 2/12/2024. ഈ മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിന് ശേഷം മതി കോളേജ് ജോയിനിങ് സമയം. തേർഡ് അലോട്ട്മെൻറ്റ് ഫീസ് അടയ്ക്കേണ്ട ഡേറ്റ് 2/12/2024 മുതൽ 3/12/2024, അതായത് ഡിസംബർ ആ ടൈമാവും തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുക. പിന്നീട് കോളേജ് ജോയിൻ ഡേറ്റ് ആയി പറയുന്നത് ഇതേ സെയിം ഡേറ്റാണ്. 2/12/2024 മുതൽ 5/12/2024 വരെയാണ് കോളേജ് ജോയിനിങ് ഡേറ്റ് ആയിട്ട് പറയുന്നത്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. താങ്ക് യു.